ഇന്ന് രാവിലെ ഞാൻ നേരത്തെ പോകണമെന്നൊക്കെ വിചാരിച്ച് സാധാരണ ഞാനൊരു 7:15 പോയാൽ ഒരു 9 മണിക്കൊക്കെ എത്തത്തുള്ളൂ. പക്ഷേ ഞാൻ ഇത്തവണ 7:20 എണീച്ചത്. ലേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് കുറേ പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ തല പുണ്ണാക്കി പഠിച്ചതിൻ്റെ ക്ഷീണത്തോടുകൂടി കുറേ നേരം കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് എണീച്ചിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ റെഡിയായി കഴിഞ്ഞു. കുറച്ച് കവിളിലൊക്കെ കുറച്ച് ബ്ലഷ് ഇടുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിക്കരുത്, ചുമ്മാ ഒരു രസത്തിനിടുന്നു. പിന്നെ കുറച്ച് ക്യാപ്പുച്ചീനോ കുടിക്കും. തീർന്നു പോയാൽ പിന്നെ ചായ കുടിക്കേണ്ടി വരും. ഞാൻ കോഫി ലവറാണ്, പക്ഷെ രാവിലെ കോഫി കുടിച്ചിടാത്തതുകൊണ്ട് കോഫി കുടിക്കത്തില്ല, പിന്നെ ചായയാണ് കുടിക്കുന്നത്. ഇതിനി ആറ്റി സമയം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാനിത് അടച്ചു വെച്ചിട്ട് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകും. കാരണം ഓൾറെഡി ഞാൻ ലേറ്റ് ആണല്ലോ. ഹോസ്റ്റലിൽ നിന്നാണ് സിമയ്ക്ക് പഠിക്കാൻ പോണത്. ഇന്നിനി വീട്ടിൽ പോകാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് ആപ്പിൾ ഞാൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഹോസ്റ്റലിൽ അവിടുത്തെ കിച്ചണിൽ തന്നെ അത് ഞാൻ ബാഗിലിട്ട് വെച്ചു. എന്നിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമല്ലോ. നിങ്ങൾ ഇഡ്ഡലി സാമ്പാറും വരവിയാണോ കഴിക്കുന്നത്? ഇവിടെ ട്രിവാൻഡ്രംകാരല്ലാതെ പിച്ചയാണ് കഴിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോകാൻ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ പെട്ടെന്നാണ് ഞാൻ ഈ ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ട് ഓടുന്നത്. 10 മിനിറ്റ് മതി പോകാനെന്നൊക്കെ എനിക്കറിയാം, എന്നാലും ലേറ്റാവും എങ്ങനെ പോയാലും. ഇപ്പം ഞാൻ ഓട്ടോയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആർക്കറിയില്ല. ഈ കാനറ ബാങ്ക് എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയാത്തുള്ളൂ. ലക്ഷ്യം എന്ന് വെച്ചാൽ അത് എവിടെയാണെന്നാണ് അവർ ചോദിക്കുന്നത്. മോഹൻലാലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ഇറക്കിയിട്ട് ഇവർക്ക് ആർക്കും അറിയുന്നില്ല എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടമല്ലേ. പിന്നെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി കുറച്ച് നേരം നിൽക്കും. കുറേ പിള്ളേരുണ്ടെങ്കിൽ കയറാനും പറ്റത്തില്ല, അങ്ങനെ ലേറ്റാവും. ഇന്നെന്തായാലും ഭാഗ്യത്തിന് ലിഫ്റ്റിൽ കറക്റ്റിന് കയറാൻ പറ്റി. ഇനി ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഈ അറ്റൻഡൻസ് എടുത്തോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. 9 മണിക്ക് അറ്റൻഡൻസ് എടുക്കും. ഞാൻ എത്തിയപ്പോഴത്തേക്കും 9:05. തുറന്ന് നോക്കിയപ്പോഴത്തേക്കും വലിയ പിള്ളേരും ഇല്ല, സാറും ഇല്ല, ആരുമില്ല. എന്താണിങ്ങനെ? അപ്പം ഞാൻ വന്ന് കുറച്ച് നേരത്തെ ആയി പോയോ? അപ്പോൾ അതാ മിസ്സ് വന്ന്, ആരും വന്നില്ലെങ്കിലും മിസ്സ് സാറും വന്നതാ അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. ബാക്കി പിള്ളേരെല്ലാവരും ലേറ്റാണെന്നാണ് തോന്നുന്നത്. അതെ, ലേറ്റാണ്. പക്ഷെ ഇന്നലെ സാറ് പറഞ്ഞു പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത പിള്ളേർ ഇങ്ങോട്ട് വരണ്ടാന്ന്. ഇനി അങ്ങനെ വെച്ചാണോ വരാതിരുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച്. എന്നിട്ട് പിള്ളേരടുത്തൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അല്ല, എല്ലാവരും ലേറ്റായിട്ട് വന്നതാണ് കേട്ടോ, അല്ലാതെ സാർ ഇന്നലെ പറഞ്ഞ കാര്യം കൊണ്ടൊന്നും അല്ല. അങ്ങനെ ഉച്ചയായി, ഉച്ചലത്തെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഞാനിതാണ് ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ ബാക്കി എല്ലാവരെയും കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് സദ്യക്കുള്ളൊരു വിഭവമായി. എല്ലാവരെയും കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങളിങ്ങനെ മാറ്റി മാറ്റി എടുക്കുന്നുണ്ട്. മുട്ട, വെണ്ടയ്ക്ക തോരൻ, പിന്നെ മീൻ കറി, ഫിഷ് ഫ്രൈ. ഹോസ്റ്റലിലെ ഫുഡ് ഓൾറെഡി വലിയ ടേസ്റ്റൊന്നുമില്ല. ഇവരുടെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കറിക്കൊക്കെ ഭയങ്കര എരിവാണ് ഹോസ്റ്റലിലെ കറിക്ക്. പിന്നെ ഞാൻ ഈ ബീട്രൂട്ട് കഴിക്കുന്ന കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട്, ഞാൻ എങ്ങനെയാണ് ഈ ബീട്രൂട്ട് കഴിക്കുന്നതെന്ന്. സംഭവം എനിക്ക് തോന്നുന്നത് ക്യാരറ്റിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ബീട്രൂട്ടിനാണെന്നാണ്. ഈ ചേച്ചി പിന്നെ എനിക്ക് ഫുഡൊക്കെ ഇങ്ങനെ വാരിത്തരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ചേച്ചിയുടെ എന്നും ഞാൻ ചോദിക്കും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ സൊറ പറഞ്ഞൊക്കെ ആയിരിക്കും